ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സനാസ് എജു ടിപ്സ്. നമ്മളിന്ന് 10 സയൻസ് പെഡഗോജി ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ചെയ്യുന്നത്. നമ്മളിപ്പോൾ CTET എക്സാം ആവാറായത് കൊണ്ട് തന്നെ നമ്മൾ 3 സയൻസിൻ്റെയും പെഡഗോജി സെഷൻസൊക്കെ ഡെയിലിയും കുറച്ച് ചെയ്യാമെന്നാണ്. അതുകൊണ്ട് ഒരു CTET എക്സാം ബൂസ്റ്റർ എന്ന് പറയുന്ന പുതിയൊരു സീരീസ് ഇന്ന് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് നോക്കാം, ഒരു 10 ചോദ്യങ്ങൾ നോക്കാം. അതിന് മുമ്പായി നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, യൂസ്ഫുൾ ആയിട്ട് തോന്നുവാണെങ്കിൽ ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഓക്കെ, നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഓൺ ദ ബേസിസ് ഓഫ് റെക്കമെൻഡേഷൻസ് ഓഫ് NCF 2005 നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക്, NCERT ടെക്സ്റ്റ് ബുക്സ് ഇൻ സയൻസ് ലേ ഗ്രേറ്റർ എംഫസൈസിസ് ഓൺ. അപ്പോൾ അതായത് NCF 2005 പ്രകാരം എന്താണ് NCERT സയൻസ് ടെക്സ്റ്റ് ബുക്സ് ഏതിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്? അതിൽ കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ്സ് തന്നിട്ടുണ്ട്. നോക്കാം എന്തൊക്കെയാണ് സ്റ്റേറ്റ്മെൻറ്റ്സ് നോക്കാം. A. Giving active learning experiences to students, teaching scientific terms, exact definitions, preventing rote learning, upholding sharp boundaries between different domains of science curriculum. Identify the pair that represents the combination of correct statements given above. അപ്പോൾ ഈ മുകളിൽ തന്ന 4 സ്റ്റേറ്റ്മെൻറ്റിൽ ഏതാണ് NCF 2005 പ്രകാരം നമ്മുടെ NCERT ടെക്സ്റ്റ് ബുക്ക് സയൻസ് ടെക്സ്റ്റ് ബുക്സിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ഏതിനാണ്? A and B ആണെന്ന് പറയുന്നു. സെക്കൻഡ് വൺ A and C, തേർഡ് വൺ B and C, ഫോർത്ത് വൺ C and D. അപ്പോൾ ഏതാണ് കറക്റ്റായിട്ട് ആൻസർ ആയിട്ട് വരിക? ഒന്ന് വായിച്ച് നോക്കുക, എന്നിട്ട് കറക്റ്റായിട്ട് പറയാം. ഏതാണ്? ഫസ്റ്റ് വൺ അല്ലേ? ഫസ്റ്റ് വൺ കറക്റ്റാണ് അല്ലേ? ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. കാരണം എന്താണ്? ഗിവിങ് ആക്റ്റീവ് ലേണിംഗ് എക്സ്പീരിയൻസസ് ടു സ്റ്റുഡൻസ് എന്ന് പറയുമ്പോൾ ഇത് കറക്റ്റാണ്. കാരണം എന്താ വെച്ചാൽ NCF നമ്മുടെ ഇപ്പോൾ എന്താണ് കൺസ്ട്രക്റ്റിവിസ്റ്റ് അപ്രോച്ചാണ്. സോ അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ആക്റ്റീവായിട്ട് ലേണിംഗ് എക്സ്പീരിയൻസ് കൊടുക്കുക. ദാറ്റ്സ് റൈറ്റ്. ഓക്കെ, അപ്പോൾ A ഓക്കെയാണ്. പിന്നെ എന്താണ്? എയും പിന്നെ ഏതാ വരിക? ടീച്ചിങ് സയൻറ്റിഫിക് ടേംസ്, എക്സാക്ട് ഡെഫിനിഷൻസ് വരില്ല. പിന്നെ ഏതാണ്? ഓപ്ഷൻ C ഓക്കെയാണ് അല്ലേ? പ്രിവെൻറ്റിംഗ് റോട്ട് ലേണിംഗ് കൺസ്ട്രക്റ്റിവിസ്റ്റ് അപ്രോച്ച് ആയതുകൊണ്ട് തന്നെ എന്താണ് ഇപ്പോൾ NCF പറയുന്നതും അത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്താ റോട്ട് ലേണിംഗ് അവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല അല്ല. കുട്ടികളെ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. മീനിങ് ഫുൾ ലേണിംഗ് ആണ് ഇവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ എന്താണ്? സിയും കറക്റ്റാണ് അല്ലേ? അപ്പോൾ ആൻസർ ഏതാണ്? എയും സിയും വരുന്ന ഓപ്ഷനാണ് അല്ലേ? എയും സിയും വരുന്ന ഓപ്ഷൻ ഏതാണ്? സെക്കൻഡ് വൺ. ഓക്കെ അല്ലേ? അപ്പോൾ സെക്കൻഡ് വൺ A and C. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഗുഡ് സയൻസ് എഡ്യൂക്കേഷൻ ഷുഡ് ബി ട്രൂ ടു ദ ചൈൽഡ് ഇംപ്ലൈസ് ദാറ്റ് സയൻസ് വി ടീച്ച് ഷുഡ് റിലേറ്റ് ടു ദ എൻവയോൺമെൻറ്റ് ഓഫ് ദ ചൈൽഡ്. സെക്കൻഡ് വൺ കൺവേ സിഗ്നിഫിക്കൻറ്റ് ആസ്പെക്ട്സ് ഓഫ് സയൻസ് കണ്ടന്റ്. തേർഡ് വൺ ബി അണ്ടർസ്റ്റാൻഡബിൾ ടു ദ ചൈൽഡ്. ഫോർത്ത് വൺ എൻഗേജ് ദ ചൈൽഡ് ഇൻ ലേണിംഗ് പ്രോസസ് സ്കിൽസ്. അപ്പോൾ എന്താണ്? ഗുഡ് സയൻസ് എഡ്യൂക്കേഷൻ ഷുഡ് ബി ട്രൂ ടു ദ ചൈൽഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? അപ്പോൾ അത് ട്രൂ ടു ദ ചൈൽഡ് എന്ന് പറയുന്നത് എന്തിനെ ഉദ്ദേശിച്ചാണ്? ദാറ്റ് മീൻസ് ഇവിടെ നമുക്ക് ഇതും ഒരു NCF 2005 വരുന്ന കാര്യമാണ്. ഇത് NCF 2005 പറയുന്നുണ്ട് ഗുഡ് സയൻസ് എഡ്യൂക്കേഷൻ ഷുഡ് ബി ട്രൂ ടു ദ ചൈൽഡ് എന്ന് പറയുന്നുണ്ട്. പിന്നെ ഏതൊക്കെയാണ്? ട്രൂ ടു സയൻസ് എന്ന് പറയുന്നുണ്ട്, ട്രൂ ടു ലൈഫ് എന്ന് പറയുന്നത്. ഈ 3 ട്രൂസ് ആണ്. ദാറ്റ് മീൻസ് ട്രൂ ടു ദ ചൈൽഡ് എന്ന് പറയുന്നുണ്ട്, ട്രൂ ടു ലൈഫ് എന്ന് പറയുന്നുണ്ട്, ട്രൂ ടു സയൻസ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ 3 കാര്യം ഓർത്ത് വെക്കുക. NCF 2005 വരുന്ന കാര്യങ്ങളൊക്കെ വൃത്തിയായിട്ട് പഠിച്ചു വെക്കുക. അതൊന്ന് ക്വസ്റ്റ്യൻസ് എപ്പോഴും ചോദിക്കും. അപ്പോൾ ഇതിൽ ചോദിക്കുക എന്താണ്? ട്രൂ ടു ചൈൽഡ് എന്ന് പറഞ്ഞതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്താണ് ട്രൂ ടു ചൈൽഡ് എന്ന് വെച്ചാൽ അത്രയേ ഉള്ളൂ. എന്താണ്? അണ്ടർസ്റ്റാൻഡബിൾ ആയിരിക്കണം, ബി അണ്ടർസ്റ്റാൻഡബിൾ ടു ദ ചൈൽഡ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് പറയാൻ വേണമെങ്കിൽ അപ്പോൾ NCF 2005 ഗുഡ് സയൻസ് എഡ്യൂക്കേഷൻ ഷുഡ് ബി ട്രൂ ടു ദ ചിൽഡ്രൻ എന്ന് പറയും. ചിൽഡ്രൻ അല്ലെങ്കിൽ ചൈൽഡ്. ഓക്കെ, ട്രൂ ടു ദ ചിൽഡ്രൻ എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് അണ്ടർസ്റ്റാൻഡബിൾ ആയിരിക്കണം, കുട്ടികൾക്ക് മീനിങ് ഫുൾ ആയിരിക്കണം, പിന്നെ എൻജോയബിൾ ആയിരിക്കണം, അതുപോലെ തന്നെ എന്താണ് ഡെയിലി ലൈഫുമായിട്ടൊക്കെ റിലേറ്റ് ചെയ്തതായിരിക്കണം എന്നാണ് ഈ ട്രൂ ടു ദ ചൈൽഡ് എന്ന് വെച്ച് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ദെൻ ട്രൂ ടു സയൻസ് എന്ന് പറയുന്നത് ദാറ്റ് മീൻസ് അവർ ഒരു ലെവലിലായിരിക്കണം. അതുപോലെ തന്നെ കുട്ടികളെ ആ ലേണിംഗ് പ്രോസസ്സിൽ ആക്റ്റീവായിട്ട് എൻഗേജ് ചെയ്യിപ്പിക്കുക. അതിലൂടെ അവർ എന്താണ് സയൻറ്റിഫിക് നോളേജും അതൊക്കെ എന്താണ് അക്വയർ ചെയ്യുക എന്ന രീതിയാണ് എന്താണ് ട്രൂ ടു സയൻസ് എന്നതിൽ വെച്ച് ഉദ്ദേശിക്കുന്നത്. ദെൻ ട്രൂ ടു ലൈഫ് എന്ന് പറയുന്നത് ലൈഫ് എന്ന് പറയുമ്പോൾ തന്നെ ആലോചിക്കുക റിലേറ്റ് ടു ദെയർ എൻവയോൺമെൻറ്റുമായി റിലേറ്റ് ചെയ്ത കാര്യങ്ങളായിരിക്കണം. അതുപോലെ തന്നെ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിന് വേണ്ടി, അതുപോലെ തന്നെ കൺസർവേഷൻ ഓഫ് എൻവയോൺമെൻറ്റ്, ഇതൊക്കെയാണ് ഈ ട്രൂ ടു ലൈഫ് എന്ന് വെച്ച് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് NCF 2005 ഈ ഗുഡ് സയൻസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ടോപ്പിക്കിൽ വരുന്ന കാര്യമാണ്. നോട്ട് ചെയ്ത് വെച്ച് പഠിക്കുക.
പിന്നെ നമ്മൾ ഈ പറയുന്ന 10 ക്വസ്റ്റ്യൻസ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന 10 ക്വസ്റ്റ്യൻസും പ്രീവിയസ് ഇയർ ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ചിലപ്പോൾ ഞാൻ സീറ്റ് ഏതാ ഇയറിന് കറക്റ്റ് മെൻഷൻ ചെയ്തിട്ടുണ്ട്, ചിലതിൽ കഴിഞ്ഞ ക്വസ്റ്റ്യൻ ഞാൻ അത് മെൻഷൻ ചെയ്തിട്ടില്ല തോന്നുന്നു. പക്ഷേ എന്നാലും ശ്രദ്ധിക്കുക, എല്ലാ ക്വസ്റ്റ്യൻസും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് തന്നെ അറ്റംപ്റ്റ് ചെയ്യാൻ നോക്കുക. നെക്സ്റ്റ് നോക്കാം. ദ ടോപ്പിക് സെപ്പറേഷൻ ഓഫ് സബ്സ്റ്റൻസസ് in class 6 can be taught most effectively by in-depth explanation of related concept, using hands-on activities to be performed by students, using good home assignments, organizing more group discussions on different subtopics. അപ്പോൾ എന്താണ് ദ ടോപ്പിക് സെപ്പറേഷൻ ഓഫ് സബ്സ്റ്റൻസസ്. അപ്പോൾ സയൻസിലൊരു ടോപ്പിക്കാണ് സെപ്പറേഷൻ ഓഫ് സബ്സ്റ്റൻസ് എന്ന് പറയുന്നത്, അത് ക്ലാസ് 6. അപ്പോൾ അത് നമുക്ക് എങ്ങനെ എഫക്റ്റീവായിട്ട് പഠിപ്പിക്കാം അല്ലേ, അതാ ഉദ്ദേശിക്കുന്നത്. നമ്മൾ സീറ്റ് 2014 സെപ്റ്റംബർ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇതെന്താ ചെയ്യേണ്ടത്? സെപ്പറേഷൻ ഓഫ് ടോപ്പിക്സ് എന്ന് പറയുന്ന ഏറ്റവും കൊടുക്കുന്ന പറ്റിയ നല്ലൊരു കാര്യമായി. ഈ 4 ഓപ്ഷനിൽ ഏതാണ് കറക്റ്റായിട്ട് വരുന്നത്? എങ്ങനെ എഫക്റ്റീവായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുക? യൂസിങ് ഹാൻഡ്സ് ഓൺ ആക്ടിവിറ്റീസ് ടു ബി പെർഫോംഡ് ബൈ സ്റ്റുഡൻസ് അല്ലേ. അപ്പോൾ നമ്മൾ എപ്പോഴും കൂടുതൽ ഫസ്റ്റ് ഹാൻഡ് എക്സ്പീരിയൻസ് കൊടുക്കുമ്പോഴാണ് ഏറ്റവും എഫക്റ്റീവ് ആവുന്നത് അല്ലേ. സോ അതുകൊണ്ട് തന്നെ യൂസിങ് ഹാൻഡ്സ് ഓൺ ആക്ടിവിറ്റീസ് ടു ബി പെർഫോംഡ് ബൈ സ്റ്റുഡൻസ്. ഓക്കെ അല്ലേ. നെക്സ്റ്റ് വന്ന് നോക്കാം. ഓഫ് ദ ഫോളോയിങ് ആക്ടിവിറ്റീസ് ഇൻ എ സയൻസ് ക്ലാസ്, ദ വൺ വിത്ത് ലീസ്റ്റ് എഡ്യൂക്കേഷണൽ വാല്യൂ ഈസ് സീറ്റഡ് നവംബർ 2012 ചോദിച്ചതാണ്. ഡിസ്കസിങ് എ സയൻറ്റിഫിക് പ്രിൻസിപ്പൾ, ഡ്രോയിങ് എ ഡിസൈൻ, കൺസ്ട്രക്റ്റിംഗ് എ മോഡൽ, റീഡിങ് അബൌട്ട് എ സിമ്പിൾ എക്സ്പെരിമെൻറ്റ്. അപ്പോൾ ഇതിൽ ഏത് ആക്ടിവിറ്റിയിലാണ് ഒരു സയൻസ് ക്ലാസ്സിൽ ലീസ്റ്റ് കുറച്ചെങ്കിലും എഡ്യൂക്കേഷണൽ വാല്യൂ കിട്ടുന്നത്? ലീസ്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ്? അപ്പോൾ നമുക്കറിയാം ഈ സയൻസുമായിട്ട് റിലേറ്റ് ചെയ്യുമ്പോൾ എക്സ്പെരിമെൻറ്റിനൊക്കെയാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുക അല്ല. ശ്രദ്ധിച്ചിട്ടുണ്ടോ? അപ്പോൾ ലബോറട്ടറി മെത്തേഡാണ്, പ്രോജക്റ്റ് മെത്തേഡ് എന്നുള്ള കാര്യമൊക്കെ നിങ്ങൾ കണക്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ ആൻസർ ഏതായിട്ട് വരിക? റീഡിങ് അബൌട്ട് എ സിമ്പിൾ എക്സ്പെരിമെൻറ്റ്. ഒരു സിമ്പിളായിട്ടുള്ള എക്സ്പെരിമെൻറ്റ് റീഡ് ചെയ്യുന്നതിലൂടെ അതിൽ കുറച്ചെങ്കിലും അവർക്ക് എന്ത് കിട്ടും? എഡ്യൂക്കേഷണൽ വാല്യൂസ് കിട്ടും അല്ലേ. അതുകൊണ്ടാണ് എന്താണ് ഈ ഓപ്ഷൻ 4 ആണ് കറക്റ്റായിട്ട് വരുന്നത്. ഓഫ് ദ ഫോളോയിങ് ആക്ടിവിറ്റീസ് ഇൻ എ സയൻസ് ക്ലാസ്, the one with the least educational value is reading about a simple experiment. Okay alle. Next one. Which of the following is not important in science teaching? Science teaching important allathathu. It develops positive aptitude, it stops mental development, it develops understanding levels, it satisfies the inquisitiveness of child. ഏതാ വരിക? നോട്ട് ഇമ്പോർട്ടൻ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇറ്റ് സ്റ്റോപ്സ്. അപ്പോൾ ഒരു ഡൗട്ടും വേണ്ട, സെക്കൻഡ് വൺ ആണല്ലേ. ഇറ്റ് സ്റ്റോപ്സ് മെൻ്റൽ ഡെവലപ്മെൻറ്റ്. യാതൊരു ബന്ധവുമില്ല സയൻസ് ടീച്ചിങ്ങുമായിട്ട്. മെൻ്റൽ ഡെവലപ്മെൻറ്റ് സ്റ്റോപ്പ് ചെയ്യുന്നത് കറക്റ്റ് അല്ലല്ലോ. സോ ഇറ്റ് സ്റ്റോപ്സ് മെൻ്റൽ ഡെവലപ്മെൻറ്റ്. നെക്സ്റ്റ് വന്ന് നോക്കാം. While selecting a performance task to help students develop research-oriented skills in a science class, a teacher may pick up a topic, first one, which majority of the students in a class find interesting, which she thinks is important for the students. Third one, related to a problem faced by students in their day-to-day functioning, and which is a part of the concepts to be covered for this class. Fourth one, from the content given in the syllabus, which must be completed time. അപ്പോൾ ഏതാണ്? ഒരു പെർഫോമൻസ് ടാസ്ക് കൊടുക്കുകയാണ് കുട്ടികൾക്ക്. എന്താണ്? റിസർച്ച് ഓറിയൻറ്റഡ് സ്കിൽസ്. സയൻസുമായി റിലേറ്റഡ് റിസർച്ച് ഓറിയൻറ്റഡ് സ്കിൽസ് ഒക്കെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെയാണ് ടീച്ചർ ഏത് ടോപ്പിക്കായിരിക്കും സെലക്ട് ചെയ്യുക എന്നാണ് ക്വസ്റ്റ്യൻ. ഒന്ന് മനസ്സിരുത്തി ഒന്ന് വായിച്ച് നോക്കുക. അപ്പോൾ ഏതായിരിക്കും വരിക ആൻസർ? സിമ്പിളാണ് അല്ലേ. ഓപ്ഷൻ 3 ആണ് വരുന്നത് അല്ലേ. അവർ ഡേ ടു ഡേ ലൈഫ് പ്രോബ്ലംസുമായിട്ട് കണക്ട് ചെയ്ത ഒരു ടോപ്പിക് ആകുമ്പോൾ അവർക്ക് ഈസി ആയിട്ട് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? നല്ല രീതിയിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ അതെന്തായിരിക്കണം? വിച്ച് ഇസ് എ പാർട്ട് ഓഫ് ദി കൺസെപ്റ്റ് ടു ബി കവേർഡ് ഫോർ ദിസ് ക്ലാസ്. അപ്പോൾ ആ ഒരു ക്ലാസ്സിൽ അല്ലെങ്കിൽ ആ ഒരു സ്റ്റാൻഡേർഡിൽ കവർ ചെയ്യേണ്ട ഒരു ടോപ്പിക്കും കൂടി ആണെങ്കിൽ എന്തായിരിക്കും? അടിപൊളിയാണ് അല്ലേ. അപ്പോൾ ഈ പറഞ്ഞ റിസർച്ച് ഓറിയൻറ്റഡ് ആയിട്ടുള്ള സ്കില്ലൊക്കെ അവർക്ക് ഡെവലപ്പ് ചെയ്യാൻ സഹായിക്കും. അപ്പോൾ തേർഡ് വൺ ആണ് കറക്റ്റായിട്ട് വരുന്നത്. The next നോക്കാം. Which one of the following is most suited to the development of scientific skills in students? കുട്ടികളുടെ സയൻറ്റിഫിക് സ്കിൽസ് ഡെവലപ്പ് ചെയ്യാനുള്ള ഏറ്റവും മോസ്റ്റ് സൂട്ടബിൾ ആയിട്ടുള്ള സംഭവം ഏതാണ് ഇതിൽ? കണ്ടക്ടിങ് സയൻസ് ക്യൂസ് ആണോ, ഓർഗനൈസിങ് എ ഫീൽഡ് വിസിറ്റ് ആണോ, കണ്ടക്ടിങ് സയൻസ് ഒളിമ്പ്യാഡ്സ് ആണോ, പെർഫോമിങ് ലബോറട്ടറി വർക്ക് ആണോ? ഇതും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണേ. അപ്പോൾ ഏതാണ് മോസ്റ്റ് സൂട്ടഡ് ടു ഡെവലപ്മെൻറ്റ് ഓഫ് സയൻറ്റിഫിക് സ്കിൽസ് ഇൻ സ്റ്റുഡൻസ്? ഒരു ഡൗട്ടും വേണ്ട, പെർഫോമിങ് ലബോറട്ടറി വർക്ക്. Next one, science is considered to be questioning, exploring, doing and investigating. Which of the following activities carried out by Deepika in touching of
in teaching of science is best suited to satisfy this criteria. അപ്പോൾ എന്താണ് സയൻസ് എന്ന് പറയുമ്പോൾ എന്താണ് ഇറ്റ് ക്വസ്റ്റ്യനിങ് എക്സ്പ്ലോറിംഗ് ആണ്, ഡൂയിങ് ആൻഡ് ഇൻവെസ്റ്റിഗേറ്റിംഗ് ആണ് അല്ലേ. സോ അതുകൊണ്ട് തന്നെ എന്താണ് carried out by Deepika in teaching of science is best suited to satisfy these criteria. സോ ഈ ഇൻവെസ്റ്റിഗേറ്റിനും ക്വസ്റ്റ്യനും എക്സ്പ്ലോറിംഗ് ഒക്കെ വരുന്ന രീതിയിൽ വരേണ്ട കാര്യം ഈ തന്നതിൽ ഏതാണ്? എ ഡിബേറ്റ് ഓൺ എൻവയോൺമെൻറ്റൽ ഇഷ്യൂസ് ആണോ, പ്രോജക്റ്റ് വർക്ക് ഓൺ നേച്ചർ ഓഫ് സൗണ്ട്, യൂണിറ്റ് ടെസ്റ്റ് ഓൺ മൈക്രോ ഓർഗാനിസംസ്, എ ഗ്രൂപ്പ് ഡിസ്കഷൻ ഓൺ കോമൺ ഡിസീസസ്. ഏതാണ് വരിക? അപ്പോൾ പറഞ്ഞിട്ടുണ്ട് എക്സ്പ്ലോറിംഗ് ആണ്, ക്വസ്റ്റ്യനിങ് ആണ്, ഇൻവെസ്റ്റിഗേറ്റിംഗ് ആണെന്നൊക്കെ പറഞ്ഞു. സോ അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ആൻസറിൽ എത്താൻ പറ്റും. സെക്കൻഡ് വൺ ആണ് അല്ലേ, പ്രോജക്റ്റ് വർക്ക് ഓൺ നേച്ചർ ഓഫ് സൗണ്ട്. ഓക്കെ അല്ലേ? ഇനി അടുത്ത് നോക്കാം. ദ ടേം കൺസ്ട്രക്റ്റിവിസം ഇൻ റിലേഷൻ ടു സയൻസ് എഡ്യൂക്കേഷൻ മീൻസ് ദാറ്റ് ചിൽഡ്രൻ ഷുഡ് ബി. ദി ടേം കൺസ്ട്രക്റ്റിവിസം ഇൻ റിലേഷൻ ടു സയൻസ് എഡ്യൂക്കേഷൻ മീൻസ് ദാറ്റ് ദ ചിൽഡ്രൻ ഷുഡ് ബി എങ്ങനെയായിരിക്കണം, അതായത് നമ്മുടെ കൺസ്ട്രക്റ്റിവിസം എന്ന് പറഞ്ഞ ടേമിൽ സയൻസ് എഡ്യൂക്കേഷൻ എങ്ങനെയായിരിക്കണം? ഗിവൻ കംപ്ലീറ്റ് ഇൻഫർമേഷൻ അബൌട്ട് സയൻസ്, ആക്റ്റീവ്ലി ഇൻവോൾവ് ഇൻ ദി പ്രോസസ് ഓഫ് ലേണിംഗ് സയൻസ്, discouraged to false questions in the classroom, given latest information on scientific development. ഇപ്പോൾ കൺസ്ട്രക്റ്റിവിസം അല്ലെങ്കിൽ കൺസ്ട്രക്റ്റിവിസ്റ്റ് വ്യൂവിൽ ഏതായിരിക്കണം? ഒരു സയൻസ് എഡ്യൂക്കേഷൻ പറയുമ്പോൾ എങ്ങനെയായിരിക്കണം? കുട്ടികൾക്ക് എങ്ങനെയായിരിക്കണം? ആക്റ്റീവ്ലി ഇൻവോൾവ് ഇൻ ദി പ്രോസസ് ഓഫ് ലേണിംഗ് സയൻസ് അല്ലേ, ആക്റ്റീവ്ലി ഇൻവോൾവ് ഇൻ ദി പ്രോസസ് ഓഫ് ലേണിംഗ് സയൻസ്. നെക്സ്റ്റ് വൺ, how could learning be made more meaningful for students of class 7 by the teacher while teaching the topic save water? അപ്പോൾ ടീച്ചർ എന്താണ് സേവ് വാട്ടർ എന്ന ടോപ്പിക് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത്. അത് 7th ക്ലാസ്സുകാർക്കാണ്. അപ്പോൾ എങ്ങനെ നമുക്ക് മീനിങ് ഫുൾ ആയിട്ട് ആ ഒരു ടോപ്പിക്ക് പഠിപ്പിക്കാം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഏതൊക്കെ കുറച്ച് ആക്ടിവിറ്റീസ് താഴെ തന്നിട്ടുണ്ട് നോക്കാം. ഫസ്റ്റ് വൺ, ആസ്കിങ് സ്റ്റുഡൻസ് ടു ഇൻ്റർവ്യൂ പീപ്പിൾ ഇൻ ദെയർ കോളനി അബൌട്ട് വാട്ടർ കൺസപ്ഷൻ ആൻഡ് ക്യാരി ഔട്ട് വാട്ടർ ഓഡിറ്റ്. സെക്കൻഡ് വൺ, കണ്ടക്ടിങ് എ ക്വിസ് കോമ്പറ്റീഷൻ. തേർഡ് വൺ, ആസ്കിങ് ക്വസ്റ്റ്യൻസ് ടു ഡിസൈൻ പോസ്റ്റേഴ്സ്. ഫോർത്ത് വൺ, ആസ്കിങ് സ്റ്റുഡൻസ് ടു റൈറ്റ് ആൻ എസ്സേ. അപ്പോൾ എന്താണ് സേവ് വാട്ടറുമായി റിലേറ്റ് ചെയ്തൊരു ടോപ്പിക്കാണ് ടീച്ചർ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ് അത് കുറച്ചും കൂടി മീനിങ് ഫുൾ ആവണമെങ്കിൽ ഫസ്റ്റത്തെ ഒരു സംഭവമാണ് കറക്റ്റായിട്ട് വരുന്നത്. ആസ്കിങ് സ്റ്റുഡൻസ് ടു ഇൻ്റർവ്യൂ പീപ്പിൾ ഇൻ ദെയർ കോളനി അബൌട്ട് വാട്ടർ കൺസപ്ഷൻ. അപ്പോൾ സേവ് വാട്ടറിനെ കുറിച്ചാണ് ടോപ്പിക്. അതുകൊണ്ട് തന്നെ എന്താണ് വാട്ടർ കൺസപ്ഷനും അതുമായി ബന്ധത്തിൽ എന്താ ഒരു വാട്ടർ ഓഡിറ്റൊക്കെ ക്യാരി ചെയ്തതാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ ആസ്കിങ് സ്റ്റുഡൻസ് ടു ഇൻ്റർവ്യൂ പീപ്പിൾ ഇൻ ദെയർ കോളനി അബൌട്ട് വാട്ടർ കൺസപ്ഷൻ ആൻഡ് ക്യാരി ഔട്ട് വാട്ടർ ഓഡിറ്റ്. ഇതാണ് റൈറ്റ് ആൻസർ. ഇത് സെപ്റ്റംബർ 2015 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഫ്രണ്ട്സ്, അപ്പോൾ ഇത്രയേ ഉള്ളൂ. 10 ക്വസ്റ്റ്യൻസ് ആൻസറൊക്കെ കിട്ടിക്കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് ഇനിയും വരും ദിവസങ്ങൾ നമുക്ക് സീറ്റിൻ്റെ ഒരു എക്സാം ബൂസ്റ്റർ സീരീസ് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഇതുപോലെ സോഷ്യൽ സയൻസിൻ്റെ ക്വസ്റ്റ്യൻസ് ചെയ്യാം, അതുപോലെ CDP ക്വസ്റ്റ്യൻസ് എല്ലാം ചെയ്യാം. കീപ്പ് വാച്ചിങ്. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, മാക്സിമം ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്യുക. താങ്ക്